അല്ല, അത് നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സൗമ്യയുടെ കേസ് വളരെ കോളിലൊക്കെ സൃഷ്ടിച്ച കേസാണ്. അപ്പം അവിടെയാണ് നമ്മുടെ സർക്കാരുകളും വിജയെ പോലുള്ള പുതിയൊരു മുഖം അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ചെയ്ത കാര്യം പെട്ടെന്ന് ആക്ഷൻ എടുക്കുകയാണ് ചെയ്തത്. മനസ്സിലായി. ആ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് നമ്മളെ കേരളത്തിൽ വരേണ്ട ആ കാലഘട്ടം കഴിഞ്ഞുപോയി. കാരണം ഒരുപാട് മേഖലകളിൽ സ്ത്രീകൾ ചൂഷണത്തിൽ ഏർപ്പെടുത്തി കണക്കുള്ള കൊച്ചുകുട്ടികൾ, കഴിഞ്ഞ ദിവസം തന്നെ ഒരു പിഞ്ചു കുട്ടിയെ 2 കൈ ഒടിഞ്ഞ പിഞ്ചു നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഇനി എത്ര വർഷം കഴിഞ്ഞായിരിക്കും ശിക്ഷ വിധിക്കുന്നത്? അല്ലെ വിധിച്ചാൽ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. ജാമ്യത്തിൽ ഇറങ്ങിയും മറ്റൊക്കെ പോവും. പക്ഷെ അങ്ങനെയല്ല, സഡൻ ആക്ഷൻ. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ വിജയ് പറഞ്ഞേക്കുന്നത് ഒരു ക്രിമിനൽ കേസാണെങ്കിൽ 90 ദിവസം അല്ലെങ്കിൽ 30 ഇതിനകത്ത് വിധി വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ വരണം. പിന്നെ കർഷക കോൺഗ്രസിന്റെ കിസാൻ സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി. ആ സമയത്താണ് ഞാനാണ് പോയി അട്ടപ്പാടിയിൽ വരെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട്, ഞാനും പാലക്കാടുള്ള ജലീൽ എന്ന് പറയും, അവിടുത്തെ കിസാൻ സഭയുടെ ജില്ലാ പ്രസിഡന്റാണ്, പുള്ളിയും കൂടെ അട്ടപ്പാടിയിൽ വരെ പോയി കമ്മിറ്റി ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ LCPയെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കുന്നവരെ അവർക്ക് ആവശ്യമില്ല. അന്ന് മന്ത്രിയായിരുന്ന പുള്ളി പറഞ്ഞത്, അന്ന് കിസാൻ സഭ എന്ന് പറഞ്ഞ സാധനം ഈ പാർട്ടിയിൽ ഇല്ല എന്ന് പരസ്യമായിട്ട് പാലക്കാട് എന്ന് പറഞ്ഞു. കിസാൻ സഭ എന്ന് പറയുന്നത് അവരെ പാർട്ടിയുടെ പോഷക സംഘടനയാണ്. അപ്പൊ അട്ടപ്പാടിയിൽ വരെ കിസാൻ സഭ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കമ്മിറ്റി ഉണ്ടായി എന്ന് അറിഞ്ഞപ്പം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അത് പറഞ്ഞ് അങ്ങനെ സംഭവമില്ല എന്ന് പറഞ്ഞു. ഞാനുമായിട്ട് പ്രശ്നം വരാൻ കാരണം, അന്ന് വെള്ളാപ്പള്ളി നടേശൻ അന്ന് അസുഖമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തെ ഞാൻ പോയി ഒന്ന് കണ്ടു. അത് വലിയ വിഷയം MLA ഉണ്ടാക്കിയിട്ട് അത് കാരണം വെള്ളാപ്പള്ളി നടേശനും ഇദ്ദേഹവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി കണ്ടത് പാർട്ടി ബേസിലല്ല പോയി കണ്ടത്, ഞാൻ വ്യക്തിപരമായിട്ട് പുള്ളിയെ പോയി കാണുകയാണ് ചെയ്തത്. പക്ഷെ അതിനെ പുള്ളി വലിയ വിഷയം ഉണ്ടാക്കി. പുള്ളിയല്ല വിഷയം ഉണ്ടാക്കി, പുള്ളിയുടെ കൂടെ കുറെ ഗ്രഹങ്ങളുണ്ട്, MLA കൂടെ കുറെ ആൾക്കാരുണ്ട്, ചുറ്റിപ്പറ്റി കുറെ അണ്ണന്മാരുണ്ട്. ഇവര് പോയി പുള്ളിയടുത്ത് ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പുള്ളി അതിനെതിരെ പരാതിയും കാര്യങ്ങളുമായിട്ട് നിന്നു. ആ സമയത്ത് എനിക്കിത് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വിജയ് എന്നൊരു നടനിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ ഇറങ്ങിയത്. അപ്പോഴും പ്രതീക്ഷയില്ല. അപ്പോൾ മത്സരിക്കുന്ന DMK, അതായത് സ്റ്റാലിൻ പോലും പ്രതീക്ഷിക്കുന്നില്ല ഇതൊരു ഇത്രയും വലിയൊരു ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നേതാവ് തന്നെ ആകുമെന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ അത് കേരളത്തിലേക്കും അത് വരികയാണ് TVK. ആ TVK എന്നൊരു പാർട്ടിനെ പറ്റി നമ്മൾ കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് സതീഷ് തോന്നിക്കൽ സാറാണ്. റെസ്പോൺസ് കെയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് TVK. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വന്ന് മൊത്തത്തിൽ തമിഴ്നാട്ടിലെ ജനത മൊത്തം കയ്യിലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്കും ആ ഒരു ഘടകം വരികയാണ്. അതിലേറെ സന്തോഷമുണ്ട്. ഈ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക? TVK കേരളത്തിൽ നമ്മളിപ്പോൾ ജൂൺ പകുതിയോടുകൂടി അതിൻ്റെ പ്രഖ്യാപനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടുത്തെ കുറേ കാര്യങ്ങൾ സെറ്റാവാനുണ്ട് തമിഴ്നാട്ടിൽ. അത് കഴിഞ്ഞിട്ട് പാർട്ടി കമ്മിറ്റി കൂടിയതിനു ശേഷം ജൂൺ 20 അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടു കൂടി, ജൂലൈ ആദ്യത്തോടു കൂടി തുടങ്ങും. ചാരിറ്റി അതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സാധാരണക്കാരെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഈ പാർട്ടി കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. വലിയ ഫിഗറുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പോപ്പുലറായിട്ടുള്ള ആൾക്കാരെ അല്ലാതെ വളരെ സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരെ കണ്ടെത്തി അവരെ മുൻനിർത്തി ഈ പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ നമുക്ക് മാറ്റങ്ങളെല്ലാം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ മാറ്റങ്ങൾ തന്നെ നമ്മുടെ കേരളത്തിലും ഈ പാർട്ടി വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാമല്ലോ അല്ലെ? നമുക്ക് അത്രത്തോളം പ്രതീക്ഷിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ നമുക്ക് അധികാരമുണ്ട്. ഇവിടെ നമ്മളല്ല ഭരിക്കുന്നത്, TVK അല്ല ഭരിക്കുന്നത്. ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പറ്റും. കാരണം 10-14 ജില്ല മാത്രമേ കേരളത്തിലുള്ളൂ. തമിഴ്നാട്ടിലാണെങ്കിൽ 38-39 ജില്ലകളാണ്, വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യുന്നതിനേക്കാളും കാര്യങ്ങൾ നമുക്ക് കേരളത്തിൽ TVK വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പിന്നെ വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ വിഷയങ്ങളിലൊക്കെ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും. മുല്ലപ്പെരിയാർ വിഷയം നമ്മളെല്ലാവരും കണ്ട വിഷയം തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വാർത്ത വന്നത് TVKയുടെ കമ്പം MLA അധിക ജലം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് TVKയുടെ മാത്രം ഉള്ളതാണോ അതോ ആ അദ്ദേഹത്തിന്റെ ജഗന്നാഥ് മിശ്ര പുള്ളിയുടെ മാത്രം ഉള്ളതാണോ? അല്ല, അത് പുള്ളിയുടെ മാത്രമുള്ള തീരുമാനമായിരിക്കും. അത് ഔദ്യോഗികമായിട്ട് വന്ന ഒരു വാർത്തയല്ല. പക്ഷെ അത് ഏത് സർക്കാർ വന്നാലും തമിഴ്നാട്ടിൽ ആവർത്തിക്കുന്നു. DMK വന്ന സമയത്തും ADMK ഇരുന്ന സമയത്തും ഉണ്ട്. അത് അവിടുത്തെ ആഭ്യന്തര വിഷയമാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് കേരളവും തമിഴ്നാട് രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ TVK ആണെങ്കിൽ അത് വളരെ ഈസി ആവും. ആ വിഷയം എത്രയോ വർഷങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ആ വിഷയം വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ തീരുമാനം എടുക്കാൻ കഴിയും. ഇപ്പോൾ ഈ വിജയ് തന്നെ ജോസഫ് വിജയ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ത്രീ സുരക്ഷ ഒരു 10 വയസ്സുകാരിയായ ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ചതിൽ ആ 2 പ്രതികൾക്ക് ഇരട്ട വധശിക്ഷയാണ് കൊടുത്തത്. ഇതേപോലെ നമ്മുടെ കേരളത്തിലും
വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഉദാഹരണം പറഞ്ഞാൽ സൗമ്യ വധക്കേസിൽ സൗമ്യനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ട് തന്നെ ബലാത്സംഗം ചെയ്ത് കൊന്നതാണ്. ആ ഒരു പ്രതിയായ ഇപ്പോഴും ഗോവിന്ദച്ചാമി ജയിലിൽ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു കാലയളവ് അദ്ദേഹത്തിന് അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ? അല്ല, അത് നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സൗമ്യയുടെ കേസ് വളരെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. അപ്പം അവിടെയാണ് നമ്മുടെ സർക്കാരുകളും വിജയെ പോലുള്ള പുതിയൊരു മുഖം അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ചെയ്ത കാര്യം പെട്ടെന്ന് ആക്ഷൻ എടുക്കുകയാണ് ചെയ്തത്. മനസ്സിലായി? ആ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് നമ്മളെ കേരളത്തിൽ വരേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. കാരണം ഒരുപാട് മേഖലകളിൽ സ്ത്രീകൾ ചൂഷണത്തിൽ ഏർപ്പെടുത്തി കണക്കുള്ള കൊച്ചുകുട്ടികൾ, കഴിഞ്ഞ ദിവസം തന്നെ ഒരു പിഞ്ചു കുട്ടിയെ 2 കൈ ഒടിഞ്ഞ പിഞ്ചു നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഇനി എത്ര വർഷം കഴിഞ്ഞായിരിക്കും ശിക്ഷ വിധിക്കുന്നത്? അല്ലെ, വിധിച്ചാൽ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. ജാമ്യത്തിൽ ഇറങ്ങിയും മറ്റൊക്കെ പോവും. പക്ഷെ അങ്ങനെയല്ല, സഡൻ ആക്ഷൻ. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ വിജയ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിമിനൽ കേസാണെങ്കിൽ 90 ദിവസം അല്ലെങ്കിൽ 30 ഇതിനകത്ത് വിധി വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ വരണം. കാരണം അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്ത ഒരാൾ ഒരു 10, 15, 20 വർഷം നമ്മുടെ ഭരണ സംവിധാനം ഇപ്പം ഒരു കോടതിയിൽ കേസ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ സുപ്രീം കോടതി വരെ പോവാം. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു 60, 70, 80 വയസ്സായ അദ്ദേഹം മരണസമയമാവും. പിന്നെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു കുറ്റം ചെയ്ത് തെളിഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിനകത്ത് ആ ശിക്ഷ നടപ്പിലാക്കാനുള്ള സംവിധാനം, ഒരു ഭരണ സംവിധാനം വേണം. അത് കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം വേണം. കേരളത്തിൽ കൂടുതൽ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നിരവധി ക്രിമിനൽ കേസുകൾ ഇപ്പോൾ തന്നെ പല കേസുകളും കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു ആർജവമുള്ള അല്ലെങ്കിൽ തൻ്റെ ഇടമുള്ള ഒരു മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാർക്ക് തൻ്റെ ഇടം ഇല്ലെന്നല്ല, അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണം. ഒരു തേർഡ് ഒപ്പീനിയൻ വേണ്ടി ചോദിക്കാതെ. അതെ, അദ്ദേഹം അങ്ങനെ തന്നെയാണല്ലോ ചെയ്തത്. കാരണം ഇപ്പോഴത്തെ ഒരു തീരുമാനം ഇവിടെ കേരളത്തില് മാറി മാറി ഭരിച്ചവർ നമ്മൾ കണ്ടുവന്നേക്കുന്നതാണ്. പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു, എല്ലാവരെയും സാറ്റിസ്ഫാക്ഷൻ ആക്കുന്നു, ഒരു കംഫർട്ട് സോൺ എല്ലാവർക്കും ആക്കുന്നു. പക്ഷെ നമ്മളിപ്പോ വിജയില് നമ്മൾ അതൊന്നും കണ്ടില്ല. ജോസഫ് വിജയ് ക്വിക്ക് ആക്ഷൻ ആയിരുന്നു എടുത്തിരുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹത്തിന് 1 മാസം ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചു. അതേസമയം നമ്മുടെ കേരളത്തില് ശരിക്കും പറഞ്ഞാൽ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റുകൾ ഉണ്ടായിട്ടില്ല. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിൽ ഇപ്പം നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം കടക്കണിയിൽ കിടക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് KSRTC. അത് ഗണേഷ് കുമാർ വന്ന് ഒരുവിധം മിനിക്കൊക്കെ കൊണ്ടുപോയൊരു സാധനമാണ്. അവിടെ ഈ വീണ്ടും നമ്മൾ സൗജന്യ ഒരു യാത്രയെന്ന് പറയുമ്പോൾ അത് നടക്കാൻ 100%, 1% പോലും ചാൻസ് ഉള്ളതല്ല. അതെങ്ങനെ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം എന്താണ് കണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. വീണ്ടും കടത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അത് കണക്കല്ല തമിഴ്നാട്ടിൽ ഒരുപാട് വ്യവസായങ്ങളും സ്ഥാപനങ്ങളും ഒരുപാട് സാമ്പത്തികം ഉള്ള ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് കണക്ക് നമുക്ക് കേരളത്തിൽ ഈ സർക്കാരിന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. തമിഴ്നാട്ടിൽ ചെയ്യാം. ഇപ്പോൾ ഈ സ്ത്രീ സുരക്ഷ, അതേപോലെ സ്ത്രീകൾക്ക് ഈ ജൂൺ 15 മുതലാണ് സൗജന്യ യാത്ര കൊടുക്കുന്നു പറയുന്നത്. കേരളത്തിൽ സൗജന്യ യാത്ര കൊടുക്കും. ആദ്യം അത് എല്ലാ ബസ്സുകളും എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നതായിരുന്നു. പിന്നെ അത് 7 ജില്ലകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. പിന്നെ അത് പിങ്ക് ബസ് എന്ന് വരുന്നു. ഇപ്പോൾ ഓർഡിനറി ബസ്സാന്ന് മാത്രം പറയുന്നു. എങ്ങനെ ഇതിനെ നോക്കി കാണുന്നേ? ഇത് നടക്കില്ലെന്നേ, അതല്ല ഞാൻ നേരത്തെ പറഞ്ഞു. സംഭവം നടക്കില്ല. നമ്മൾ ഈ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞിട്ട് അങ്ങനെ നടക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഏറ്റവും കഴിഞ്ഞ സർക്കാർ, പിണറായി സർക്കാർ ഇരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടായ ഒരു ഡിപ്പാർട്ട്മെന്റാണ് KSRTC. അന്നെ ആന്റണി രാജു ആയിരുന്നു അന്നത്തെ മന്ത്രിയാണെന്നാണ് എൻ്റെ വിശ്വാസം, തോന്നുന്നു. അതെ. അപ്പോൾ കടവും കടത്തിമേക്കടവും ജോലി അല്ലെങ്കിൽ ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞാണ് ഗണേഷ് കുമാർ എടുത്ത് അതിനെ, അതാണ് പറഞ്ഞത്, ഒന്നും മിനിക്ക് പുള്ളി പൊടിയൊക്കെ തട്ടി ഒരു പരുവത്തിനെ കൊണ്ട് കടമൊക്കെ മാറ്റി വന്ന സമയമാണ്. അപ്പോൾ എത്രയോ കോടി രൂപയാണ് ഓരോ മാസവും KSRTCക്ക് വേണ്ടി കടം എടുത്തുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് സുരക്ഷയെന്ന് അല്ലെ സൗജന്യ യാത്രയെന്ന് പറയുമ്പം നമ്മുടെ കേരളമാണ്. ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്തുള്ള പ്രതിപക്ഷം CPM ആണ്, അല്ലെങ്കിൽ BJP ഉണ്ട്. അവരെന്ത് ചെയ്യും? എറണാകുളത്തു നിന്നുള്ള അവരെ പാർട്ടിയുടെ വനിതകളെടുത്ത് പറയും, നിങ്ങൾ സൗജന്യമായിട്ട് തിരുവനന്തപുരത്ത് കയറി പോകാൻ പറയും. ഒരു 100 പേര് ഒരു ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് പോവുകയും അടുത്ത ബസ്സിൽ കയറി 100 പേര് എറണാകുളത്ത് പോകുമ്പോഴത് പരിപാടി പൊളിഞ്ഞു. തീർച്ചയായിട്ടും മനസ്സിലായില്ല. അതാണ് കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വിജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇനിയിപ്പോൾ എന്താണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്യാൻ പോണതെന്നും നമുക്കറിയില്ല. അതെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യമേ വന്നപ്പോൾ തന്നെ ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് 1 മാസത്തിനുള്ളിൽ ഇത് പെട്ടിപ്പുറത്താകും KSRTC. അത് ഏകദേശം ശരിയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാറ്, അതായത് സതീഷ് തോന്നിക്കൽ എന്ന് പറഞ്ഞ സാറ് NCPയിലൊക്കെ ഉണ്ടായിരുന്നതാണ്, ജയലളിതയുടെ കൂടെ വർക്ക് ചെയ്ത. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാൻ ജയലളിത അമ്മയുടെ കൂടെ ആയിരുന്നു ആദ്യം, AIADMKയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും ഒരു ജ്യേഷ്ഠ സഹോദരൻ KR രാജൻ അഡ്വക്കേറ്റ്, അത് അമ്മ ജയലളിത മരിച്ചതിന് ശേഷം ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വരികയും അഡ്വക്കേറ്റ് KR രാജൻ എന്ന് പറയുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, പുള്ളി PC ചാക്കോ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് NCPയിൽ വന്നതോടുകൂടി അവരെല്ലാം ഒരു
അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നെ NCP-യിലേക്ക് ക്ഷണിക്കുകയും ഞാൻ NCP-യിൽ വരികയും അന്ന് എന്നെ എൻ്റെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി. പിന്നെ കർഷക കോൺഗ്രസിൻ്റെ കിസാൻ സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി. ആ സമയത്താണ് ഞാനാണ് പോയി അട്ടപ്പാടിയിൽ വരെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാനും പാലക്കാടുള്ള ജലീൽ എന്ന് പറയും അവിടുത്തെ കിസാൻ സഭയുടെ ജില്ലാ പ്രസിഡന്റാണ്. പുള്ളിയും കൂടെ അട്ടപ്പാടിയിൽ വരെ പോയി കമ്മിറ്റി ഉണ്ടാക്കി. പക്ഷേ നമ്മുടെ NCP-യെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കുന്നവരെ അവർക്ക് ആവശ്യമില്ല. അന്ന് മന്ത്രിയായിരുന്ന പുള്ളി പറഞ്ഞത് അന്ന് കിസാൻ സഭ എന്ന് പറഞ്ഞ സാധനം ഈ പാർട്ടിയിൽ ഇല്ല എന്ന് പരസ്യമായിട്ട് പാലക്കാട് എന്ന് പറഞ്ഞു. കിസാൻ സഭ എന്ന് പറയുന്നത് അവരെ പാർട്ടിയുടെ പോഷക സംഘടനയാണ്. അപ്പൊ അട്ടപ്പാടിയിൽ വരെ കിസാൻ സഭ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കമ്മിറ്റി ഉണ്ടായി എന്ന് അറിഞ്ഞപ്പം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അത് പറഞ്ഞ് അങ്ങനെ സംഭവമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ സംസ്ഥാന സെക്രട്ടറിയായി, എൻ്റെ ദേശീയ സെക്രട്ടറിയായി പാർട്ടിയുടെ. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. PC ചാക്കോയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു NCP അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി. കാരണം എറണാകുളത്ത് തന്നെ നമുക്കറിയാം ശരത് പവാർ വന്ന സമയത്ത് 2000-ഓളം ആൾക്കാരെ പങ്കെടുപ്പിച്ച ഒരു പരിപാടിയാണ്. അതിനുശേഷം തോമസ് കെ തോമസ് അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും ഞാനുമായിട്ട് പ്രശ്നം വരാൻ കാരണം അന്ന് വെള്ളാപ്പള്ളി നടേശൻ അന്ന് അസുഖമായിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ വന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തെ ഞാൻ പോയി ഒന്ന് കണ്ടു. അത് വലിയ വിഷയം MLA ഉണ്ടാക്കിയിട്ട് അത് ഇവർ കാരണം വെള്ളാപ്പള്ളി നടേശനും ഇദ്ദേഹവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി കണ്ടത് പാർട്ടി ബേസിലല്ല പോയി കണ്ടത്, ഞാൻ വ്യക്തിപരമായിട്ട് പുള്ളിയെ പോയി കാണുകയാണ് ചെയ്തത്. പക്ഷെ അതിനെ പുള്ളി വലിയ വിഷയം ഉണ്ടാക്കി. പുള്ളിയല്ല വിഷയം ഉണ്ടാക്കി, പുള്ളിയുടെ കൂടെ കുറേ ഗ്രഹങ്ങളുണ്ട്, MLA-യുടെ കൂടെ കുറേ ആൾക്കാരുണ്ട്, ചുറ്റിപ്പറ്റി കുറേ അണ്ണന്മാരുണ്ട്. ഇവർ പോയി പുള്ളിയടുത്ത് ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പുള്ളി അതിനെതിരെ പരാതിയും കാര്യങ്ങളുമായിട്ട് നിന്നു. ആ സമയത്ത് എനിക്കിത് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ രാജി എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. NCP രാജി വെച്ച് ഞാൻ മാറി ഞാൻ മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് എൻ്റെ കാര്യപരിപാടിയുമായിട്ടൊക്കെ ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആ സമയത്താണ് നമുക്ക് ഇലക്ഷൻ വരികയും കുട്ടനാട് തെരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് തോമസ് കെ തോമസ് അവിടെ മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അവിടെ മത്സരിക്കാൻ വേണ്ടി തന്നെ ഞാനും തയ്യാറായി കാര്യങ്ങളൊക്കെ ചെയ്തു വരികയായിരുന്നു. ആ സമയത്ത് അവസാന നിമിഷം ഈ വോട്ടർ ലിസ്റ്റിൽ എനിക്കൊരു വിഷയം വന്ന സമയത്ത് ഞാനത് പിന്മാറുകയും ആ സമയത്താണ് വിജയ് അവർ പാർട്ടി അവിടെ സജീവമാകുകയും എത്രയോ വർഷം മുമ്പ് ADMK-യിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ E ശ്രീധർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരെന്നെ വിളിച്ചിട്ട് ചെല്ലാൻ പറയും, വിജയെ നേരിട്ട് കാണുകയും ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് കേരളത്തിൽ പാർട്ടി സജീവമാക്കണമെന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇലക്ഷൻ വന്നത്. അപ്പം ഞാൻ ഇവിടെ കുട്ടനാട് മത്സരിക്കാതെ വന്ന സമയത്ത് ഞാൻ നേരെ ചെന്നൈക്ക് പോവുകയും അവിടുത്തെ ഇലക്ഷൻ സംവിധാനവുമായിട്ട് അവിടുത്തെ പ്രവർത്തനവുമായിട്ട് അവിടുത്തെ ബുഷ്യാനന്ദ് സാറായാലും വിജയ് ആയാലും അവരെ കൂടെ അവരെ നിയോജക മണ്ഡലത്തിൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ അതിന് അങ്ങനെ ഒരു സംവിധാനമായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം TVK വളരെ വളക്കൂറുള്ള മണ്ണാണ്. കാരണം മറ്റുള്ള മുന്നണികൾ ഇപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും ഇതിനെയൊക്കെ വിട്ടിട്ട് മൂന്നാമതൊരു ഇത് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും TVK അതിനൊരു ഇതുണ്ടാകും. അടുത്ത നമുക്ക് 5 വർഷം നമുക്ക് വരാൻ പോകുന്ന ആ 5 വർഷം കൊണ്ട് കേരളത്തിൽ വലിയൊരു പ്രസ്ഥാനമായിട്ട് TVK മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും.